അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം, എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ ഒക്കെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാൻ ഫൈനലി ആ ഒരു കർമ്മം ചെയ്യാണ് ഗൈസ്. ഞാൻ എൻ്റെ മുടി ഫുള്ള് ബ്ലാക്ക് ആക്കുകയാണ്. നോർമലി ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കളർ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞ് ഇങ്ങനെ വൃത്തികേടാവുന്ന സമയത്ത് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഈ വട്ടം ചെയ്യാൻ വൈകിയതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഓൾറെഡി കളർ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് മുടി ഡ്രൈ ആയിക്കൊണ്ടിരുന്നത്. പിന്നെയും ബ്ലീച്ച് ചെയ്തിട്ടൊക്കെയാണ് അടുത്ത കളർ. ഇത് ബ്ലാക്ക് ആണെങ്കിലും അടുത്ത കളർ തിരിച്ച് ആക്കണം എന്നുണ്ടെങ്കിലും ഈ സെയിം പ്രോസസ്സാണ്. അപ്പോൾ കുറച്ച് കാലമെങ്കിലും മുടി ഒന്ന് കെമിക്കൽ ഫ്രീ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് തന്നെ കണ്ടിട്ട് വൃത്തിയുടെ തോന്നാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. മാത്രമല്ല പുതിയൊരു വർഷം തുടങ്ങുകയാണ്, നമ്മുടെ മാറ്റങ്ങളുടെ സമയമാണ്, ക്രിസ്മസ് ആണ്. ബാക്കിലെ ഫ്രീ ആയിട്ട് കാണുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അമ്മയടുത്തൊന്നും പറയാതെയാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ കാര്യത്തിൽ എനിക്ക് 100% അഹങ്കാരത്തോട് ഞാൻ അമ്മയടുത്ത് പറയുന്നില്ലെന്ന് എനിക്ക് പറയാം. ഞാൻ അമ്മയും എൻ്റെ അടുത്ത് പറയാനായിട്ട് കുറേ ആയി, ഒന്നും മുടി ബ്ലാക്ക് ആക്കൂ പ്ലീസ് മോളേന്ന്. അപ്പോൾ നമുക്ക് കളർ ചെയ്യാൻ പോകാം. അപ്പോൾ മുടി കളർ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് നിങ്ങളുടെയും എൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വികാസ് ഏട്ടൻ്റെ സ്ഥലത്താണ്. VKS ബ്രൈഡൽ ആൻഡ് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലാണ്. നമ്മുടെ വൈറ്റിലെ തൈക്കുടത്താണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഞങ്ങളിപ്പം ഗൃഹലക്ഷ്മിയുടെ ഷൂട്ട് അടക്കം വികാസ് ഏട്ടനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് VKSൽ പോകാം. എൻ്റെ വീടിന് ഭയങ്കര അടുത്തുമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ആൻഡ് മുടി കളർ ചെയ്യാം. വികാസേട്ടൻ്റെ സലൂൺ വരുന്നത് നമ്മുടെ തൈക്കുടം മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്. യെസ്, ഈ കാണുന്നതാണ് VKS ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ ലൗഞ്ച്. ഇവിടെ സലൂൺ സർവീസസും ഉണ്ട്, ബ്രൈഡൽ പരിപാടികളും ഉണ്ട്. വികാസേട്ടനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവരുടെ ഫുൾ ഫാമിലിയുടെ വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ്. ഭയങ്കര ഭംഗിയായിട്ടാട്ടോ വികാസേട്ടൻ്റെ മേക്കപ്പ് പോലെ തന്നെ, കല്യാണരാമനിൽ പറയണ പോലെ ഉണ്ണിയേട്ടനെ പോലെ തന്നെയാണ് ഇത് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലോങ് റെഡ് കാർപ്പറ്റും ഭയങ്കര റോയലും ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ നൈസ്. അപ്പോൾ എൻ്റെ പ്ലാനിൽ ഞാൻ വെറുതെ ബ്ലാക്ക് ചെയ്യാറില്ല. എനിക്ക് എപ്പോഴും ചെയ്യുമ്പം ഡാർക്ക് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം അതാണ് എൻ്റെ മൈൻഡിലുള്ള ബ്ലാക്ക് കളർ. നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും, സ്പെഷ്യലി സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ഏതൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ വെൽക്കമിങ് ആറ്റിറ്റ്യൂഡാണ് ശരിക്കും നമുക്ക് ആ സ്ഥലത്തിനെ തന്നെ ഇഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വാം വെൽക്കം ആയിരുന്നു തന്നത്. അതുപോലെ ഭയങ്കര എസ്തറ്റിക്സ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. ആൻഡ് എനിക്ക് വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയായിരുന്നു. ഞാൻ മുമ്പൊക്കെ ബ്ലാക്ക് തിരിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റൗണ്ട് ബ്ലീച്ച് ചെയ്തിട്ടാണ് ചെയ്യാറുണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ മേ ബി ഐ തിങ്ക് ഐ വാസ് റിയലി റോങ്. ബിക്കോസ് എനിക്ക് സർവീസ് ചെയ്ത് തന്നെ ഡെൽജോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡെൽജോ പറഞ്ഞു ബ്ലാക്ക് ചെയ്യുന്നതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ആൻഡ് ഡെൽജോ അങ്കമാലിക്കാരനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഹെയർ തൊടുന്ന സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹെയർ മാസ്റ്റർ വാസ് മിസ് ഡെൽജോ. ആൻഡ് ഹി വാസ് എ വെരി കമ്മിറ്റഡ്, വെരി നൈസ് പേഴ്സൺ. അതുപോലെ കുറേ പ്രോഡക്ട്സും, ഹെയർ റിലേറ്റഡ്, ബ്യൂട്ടി റിലേറ്റഡ് പ്രോഡക്ട്സും, അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള കുറേ ഏരിയാസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേയെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം മുടിയുള്ളതുകൊണ്ടും ഞാനൊരു കേളി ഹെയർ മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിരുന്നു. എന്നിട്ട് കണ്ടോ ഡെൽജോ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ടില്ല, ഓരോരോ സെക്ഷൻസായി എടുത്ത് ഫുൾ എൻ്റെ കളറൊക്കെ അപ്ലൈ ചെയ്തു വിത്തൗട്ട് ബ്ലീച്ചിങ് ഇറ്റ്. ആൻഡ് മുടിയൊക്കെ എനിക്ക് ഒരുപാട് സമയം എടുത്തില്ല. ലൈക്ക് ഓൾ ടുഗെദർ 2 മണിക്കൂറേ എടുത്തുള്ളൂ. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിനകത്ത് തന്നെ എൻ്റെ ഫുൾ പരിപാടിയും കഴിഞ്ഞായിരുന്നു. ആൻഡ് ഡെൽജോ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളാണെങ്കിൽ കുശലം പറഞ്ഞിരിക്കുമായിരുന്നു. കാരണം പുള്ളി അങ്കമാലിയിൽ നിന്നായിരുന്നു. എൻ്റെ അമ്മയുടെ വീടും അവിടെയാണ്. അപ്പം ഞങ്ങൾ കുറേ നാട്ടുവിശേഷങ്ങളൊക്കെ വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ചില്ല് ചെയ്ത്. ആൻഡ് ദെൻ ഹീ ടോൾഡ് മീ ഒരു സ്പാ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ചെറിയൊരു മിനി സ്പാ പോലെ ചെയ്ത് ഒരു ചെറിയ ഹെഡ് മസാജൊക്കെ ചെയ്തിട്ടാണ് ഡെൽജോ വിട്ടത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു സ്ഥലത്ത് സ്റ്റാഫുകൾക്ക് പണിയെടുക്കാൻ മടിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് കൂടുതൽ സർവീസസ് ചോദിക്കാൻ പോലും തോന്നില്ല. പക്ഷേ ഡെൽജോൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അതിൻ്റെ ബെസ്റ്റിനേക്കാൾ അപ്പുറത്തോട്ട് ഞങ്ങൾക്ക് എന്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് വരുത്തി. അത്രയും വളരെ പൊലൈറ്റായി, വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തത്. ആൻഡ് റിസൾട്ട് ഓൾസോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞ ജെറ്റ് ബ്ലാക്ക് തകർത്തുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പു ആയിരുന്നു വികാസേൻ്റെ വീഡിയോസൊക്കെ എടുക്കണേ. അപ്പോൾ അപ്പു എൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ, ഒരു ടെസ്റ്റിമോണി പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾ ഡൺ.
Very sincere, very hardworking, very committed. ജസ്റ്റ് കളർ ചെയ്യാനൊക്കെ പോകുന്നില്ല. അതിൻ്റെ എന്നിട്ട് ഇന്നോടൊക്കെ പ്രത്യേക ക്ലീനർ ചെയ്ത് ഞാൻ നമ്മുടെ നാട്ടുകാരാണ്. അപ്പൊ അങ്ങനെ ഫൈനലി എല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ആ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടം, എനിക്ക് ഫുൾ ബ്ലാക്ക് ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില സിറ്റുവേഷൻ ഞാൻ പറയാറില്ലേ, നമ്മളൊരു പെർഫോമൻസിന്റെ ഒരു സീനകത്ത് പിന്നെ എൻ്റെ ഭ്രാന്ത് കാണിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മുടിയിലാണ്. പിന്നെ അത് കാണിച്ചില്ലേ അഭിരാമി ആവില്ലെങ്കിൽ പിന്നെ എന്തിനാ അഭിരാമി നിൽക്കുന്നത് മനസ്സിലായത് താനാരാണെന്ന് തന്നോട്. അപ്പൊ എനിക്ക് ഇഷ്ടമായി. ഇനി അമ്മനെ കൊണ്ട് കാണിക്കണം. ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഫിനിഷ് ആവുന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സലോൺസിലൊക്കെ ഒരു വട്ടമെങ്കിലും പോയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര എല്ലാം ഇതൊക്കെ സർവീസ് ഇൻഡസ്ട്രി ആണല്ലോ. അവിടെയൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടലാണെങ്കിലും സലോൺ ആണെങ്കിലും ഒക്കെ ഇവിടെ സർവീസുകളുടെ തരുന്ന ആൾക്കാർ റിയലി മാറ്റേഴ്സ്. അപ്പം ഇവിടെ എനിക്ക് സർവീസ് ചെയ്ത ഡെൽജോ അതുപോലെ ഓരോരുത്തരും ഫോട്ടോ എടുത്ത അപ്പു വികാസ് സാറിൻ്റെ ആ ഒരു ടീം വികാസ് സാറിനെ പോലെ തന്നെ വെരി സ്വീറ്റ് ആൻഡ് ഹംബിൾ പീപ്പിൾ. അപ്പോൾ ഐ എം വെരി ഹാപ്പി. ഇനി അമ്മേനെ കൊണ്ട് കാണിക്കണം. അപ്പോൾ ഈ വട്ടം സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ടെൻഷൻ അടിച്ചാണ് പോകാറ്. പക്ഷേ ഈ വട്ടം ആ ടെൻഷൻ എനിക്കില്ല. ഞാനിങ്ങനെ ഉമ്മാന്ന് ചെല്ലും. അപ്പോൾ ദാറ്റ്സ് ഓൾ. നമുക്ക് അടുത്ത് അമ്മ അടുത്തേക്ക് പോകാം കേട്ടോ. ആക്ച്വലി അമ്മയടുത്തേക്ക് നേരെ പോകാമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു നാളെ, അതായത് ഈ ഷൂട്ട് ചെയ്തതിൻ്റെ അടുത്ത ദിവസം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർക്കണേ. അതിൻ്റെ നേരെ പനമ്പള്ളി എൽസബയിലേക്ക് വിട്ടു. നല്ല ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു നല്ല ഡ്രസ്സ് തപ്പിയാണ് പോയത്. അപ്പം എൽസബ എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. പനമ്പള്ളിയിൽ എക്സാക്ട്ലി പറയാൻ എനിക്കറിയില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാപ്പിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ എൽസബയിലും പോയി അതും തീർത്തു. ഇന്നലെ തന്നെ എനിക്ക് അമ്മനെ കാണിക്കാൻ പറ്റിയില്ല, വേറെ കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അമ്മനെ കാണിക്കുന്നത് ഇന്നത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെ ശേഷം. പക്ഷേ ഐ എം പ്രിറ്റി ഷുവർ അമ്മയ്ക്ക് ഇത് താങ്ക് യു എന്നായിരിക്കും പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായിരുന്നു, ഓക്കെ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ലെറ്റ്സ് സീ. എത്തിയിട്ടാ എന്താ ഡ്രസ്സ്. അമ്മ എന്നെ വേറൊരു കാര്യം കാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അമ്മ പുതിയൊരു ഉടുപ്പായിട്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും വ്യത്യാസം മനസ്സിലായി. ഞാൻ ഇതാണ് അമ്മയുടെ അടുത്ത് പറയാതെ പോയി ചെയ്തൊരു കാര്യം. ഓക്കെ അല്ലേ? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് മുടി കട്ട് ചെയ്ത് കളഞ്ഞില്ലല്ലോ. നല്ലതല്ല. ഇനിയിപ്പോ കളർ വെപ്പിക്കില്ല. വേറെ ഇല്ല, 6 monthsത്തേക്കില്ല. ഒരിടയും അറിവിലേക്ക് ഞാൻ കളർ തലയ്ക്ക് കളർ ചെയ്യുന്നത് ഒട്ടും കൊണ്ടുപോയി കിട്ടി ബോധിച്ചു ബപ്പ. അപ്പോൾ ഈ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വണ്ടി കഴുകി കടയിൽ കൊണ്ടിട്ടിട്ട് കഴുകി. അമ്മ കണ്ട ഇതൊക്കെയാണ് അമ്മയുടെ മെയിൻ പണികൾ. വന്നിങ്ങനെ നോക്കും. ഞാൻ പറഞ്ഞില്ലേ കടയിൽ വരുമ്പോഴും അമ്മ ഇങ്ങനെ സൂക്ഷ്മദർശിനിയാണ് അമ്മ കടയുടെ. അമ്മ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടിട്ട് നൈസായിട്ട് നടക്കുന്നത്. ക്രിസ്മസ് ഡ്രസ്സാണ് അമ്മയുടെ അത്. അപ്പം എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വ്ലോഗ്. അടുത്ത വട്ടം കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് എക്സെട്ര ടു മൈ ചാനൽ. പിന്നെ ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളൊക്കെ പറഞ്ഞിട്ടും കൂടെയാണ് ഞാനത് ചെയ്തത്. നിങ്ങളുടെ ശല്യം സഹിക്കുകയാണ് ഞാനത് ചെയ്തത്. നിങ്ങളുടെ സ്നേഹം കാരണം ഞാൻ ചെയ്തത്. അപ്പോൾ കമൻറ്റ് ബിലോ. ഓക്കെ, ടാറ്റാ ആൻഡ് മെറി ക്രിസ്മസ് ടു എവറിബഡി. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.